അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിലേക്ക് വായിച്ചില്ല. എടാ നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്യടാ, പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. ചെമ്പരത്തി പൂവെടുത്ത് ചെവിയിൽ ചൂടുമ്പോൾ പിന്നെ ഈ നാട്ടിലെ ശശിയാവും ശശാങ്കനാവും. സോ ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. രേണു സുധി ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എന്തായാലും രേണു ചേച്ചി നമ്മുടെ കേരളത്തിൽ നിന്നേക്കാളും കിടിലുമായിട്ട് അവിടെ അടിച്ചു പൊളിച്ചോണ്ടിരിക്കുക. റാസൽ കൈമയിലെ ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് ഡെയിലി റീൽസ് വരുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്ത ഇതല്ല, മീഡിയക്കാരെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ രേണു ചേച്ചി അവിടെ നിൽക്കുന്നത് എങ്ങനെ ഈ മീഡിയക്കാരുടെ ചാനലിൽ വരുന്നെന്നാ. എനിക്കൊന്ന് റീച്ചിന് വേണ്ടി രേണു ചേച്ചി എന്നെ വേറെ ആരെങ്കിലും കൊണ്ട് വീഡിയോ എടുപ്പിച്ചിട്ട് ഈ മീഡിയക്കാർക്കൊക്കെ അയച്ചു കൊടുക്കുന്നതാണ് റീച്ച് കിട്ടാൻ വേണ്ടി. എൻ്റെ പൊന്നു രേണു ചേച്ചി, കേരളത്തിൽ നിന്നപ്പോഴും ചേച്ചിക്ക് റീച്ച് വേണം, റാസൽ കൈമയിൽ നിൽക്കുമ്പോഴും ചേച്ചിക്ക് റീച്ച് വേണം. ഇപ്പോൾ ആൾക്കാരൊക്കെ, ഞാനെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ഇഷ്ടംപോലെ കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറേ അമ്മമാരാണ് കൂടുതലായിട്ടും കമൻറ്റ് ഇട്ട്. അവരെല്ലാവരും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് ചേച്ചിക്ക് വേണ്ടി. ചേച്ചിക്ക് എന്നും അവിടെ തന്നെ പ്രൊമോഷൻ കിട്ടട്ടെ, കേരളത്തിൽ പ്രൊമോഷൻ കിട്ടരുതെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇഷ്ടംപോലെ പ്രൊമോഷൻ കിട്ടും ചേച്ചിക്ക് ചെമ്പരത്തി ബാർ റെസ്റ്റോറൻറ്റ് കൂട്ടുള്ള കുറേ ബാറുകളിൽ ഇനാഗ്രേഷന് പ്രൊമോഷൻസ് കിട്ടിക്കൊണ്ടേയിരിക്കും, എന്നും കിട്ടും. എന്തായാലും നമ്മുടെ രേണു ചേച്ചി ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഇടുമ്പോൾ കുറേ ആൾക്കാർ പറയാറുണ്ടായിരുന്നു, നമ്മൾ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളത്, അത് റോസ് പൂവിൻ്റെ ഫിൽറ്റർ മാത്രം ഓണാക്കിയിട്ടായിരുന്നു രേണു ചേച്ചി നേരത്തെ ഈ റീൽസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനകത്തൊന്ന് ആൾക്കാരൊക്കെ കമന്റ് ഇട്ടുകൊണ്ടിരുന്ന രേണു ചേച്ചി നെക്സ്റ്റ് പാർട്ടി വരുമ്പോൾ ചെമ്പരത്തി പൂ ചെവി വെച്ചോണ്ടായിരിക്കും റീൽസ് എന്ന്. എന്തായാലും രേണു ചേച്ചി ആ കമന്റ് അങ്ങ് എടുത്ത് സ്വീകരിച്ച് രേണു ചേച്ചി ചെമ്പരത്തി പൂ ചെവി വെച്ച അവസാനം. ഞാൻ ചുമ്മാ പറയുന്നേ അല്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. ചെമ്പരത്തി വലുതുകാലം വെച്ച് ചെങ്കവിള്ളോരത്ത് ചിരി നല്ല ചെമ്പരത്തി പെണ്ണൊരുത്തി അവളുടെ ചിരി എന്റെ ഉള്ളി മഞ്ഞൊരു. ചേച്ചി അറിഞ്ഞില്ലെന്ന് തോന്നുന്നു കേട്ടോ. ചേച്ചിയുടെ കൈ അവർ കൊടുത്തിരുന്ന ചെമ്പരത്തി പൂവാന്ന്. ചേച്ചി റോസാപ്പൂ വെക്കുന്ന ലാഘവത്തില്ല, ഇങ്ങനെ 4 സ്റ്റെപ്പ് വിട്ടിട്ട്, അത് എപ്പോഴും കളിക്കുന്ന സ്റ്റെപ്പ് തന്നെ. ആ സ്റ്റെപ്പും കളിച്ചിട്ട് എടുത്ത് ചെവിയിലോട്ട് അങ്ങ് വെച്ചേ. രേണു ചേച്ചി ആ പൂവൊന്ന് നോക്കിയിട്ട് എടുത്ത് വെച്ചുകൂടായിരുന്നു. റോസാപ്പൂന്നും മുല്ലപ്പൂന്നും പറഞ്ഞ് വെച്ചത് ചേച്ചി ചെമ്പരത്തി പൂവായിപ്പോയി. ഇപ്പൊ ആൾക്കാർ അതെടുത്ത് തലയിലോട്ട് അങ്ങ് വെച്ചോണ്ട് നടക്കുക. എന്തൊക്കെ രീതിയിലുള്ള പ്രൊമോഷനാന്ന് നോക്കിക്കൊണ്ട്. സംബന്ധിച്ച് ബാറിന്റെ പേര് ചെമ്പരത്തി എന്ന് തന്നെ, പക്ഷെ രേണു ചേച്ചി കാണിച്ചിട്ടുള്ള പ്രൊമോഷൻ ചെമ്പരത്തി പൂ എടുത്ത് ചെവി വെച്ചാണ് ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റിന്റെ പ്രൊമോഷൻ കാണിക്കുന്നത്. എവിടുന്ന് കിട്ടി ചേച്ചി ഈ ഐഡിയ? വെറൈറ്റി രീതിയിലുള്ള ഓരോ മണ്ടത്തരങ്ങളാ സോഷ്യൽ മീഡിയയിലോട്ട് വാരി വിതറി അങ്ങ് കൊടുക്കുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ രേണു ചേച്ചിക്ക് വേണമെങ്കിൽ ബുക്ക് തന്നെ അങ്ങ് എഴുതാം, 101 ഫലിതങ്ങൾ എന്നും പറഞ്ഞ്. എങ്ങനെ സാധിക്കുന്ന ചേച്ചി? ഇങ്ങനെയുള്ള കണ്ടന്റ്സ് അങ്ങോട്ട് സൊസൈറ്റിയുടെ ഫ്രണ്ടിലോട്ട് ഇട്ട് അങ്ങ് കൊടുക്കും. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വാരി അങ്ങ് വിതറോ. ക്യൂട്ട്നെസ് കൂട്ടിയതോട്ടുള്ള മണ്ടത്തരം മാത്രം രാവിലെ വന്ന് ഫിൽറ്റർ ഓണാക്കി അങ്ങ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് ഏതെങ്കിലും ഒരു റിയാക്ഷൻ ചാനൽസ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ പിന്നെ അതിനെ തുടർന്നോട്ട് രേണു ചേച്ചി പിന്നെ ഇതോട്ട് അങ്ങ് രംഗത്ത് വന്നിട്ട് ഇടുന്ന റിയാക്ഷനാണ്. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഈ റിയാക്ഷൻ ചാനലിലോട്ട് അങ്ങ് തിരിയാൻ പോകുന്നു രേണു ചേച്ചി. ഇനിയിപ്പം ഈ ഉള്ള പ്രൊമോഷനും ഇനാഗ്രേഷൻസ് സംഭവങ്ങളൊക്കെ നിർത്തിയിട്ട് ഇനി ഞങ്ങൾക്ക് റിയാക്ഷൻ ചാനൽ തുടങ്ങാൻ പോകുന്നു. അല്ല, ഞാൻ കള്ളം പറയുന്നില്ല, ഞാൻ ഒരിക്കലും തെളിവില്ലാതെ സംസാരിക്കത്തില്ല. രേണു ചേച്ചി എനിക്ക് ഇപ്പോൾ പിന്നെയും വന്നിട്ടുണ്ട് റിയാക്ഷൻ ചാനൽ ചെയ്തവർക്കെതിരെയായിട്ട്. എന്നെ അങ്ങ് കൊല്ലു ചേച്ചി. ചേച്ചി തന്നെ നാഴികയ്ക്ക് 40 വട്ടം എത്ര ദിവസം കൊണ്ട് പറയുക രേണു ചേച്ചി. ഞാനെന്തെങ്കിലും റിയാക്ഷൻ ചാനൽസിൻ്റെ ചാനൽ മൈൻഡ് ചെയ്യാറേ ഇല്ല. നിങ്ങളിടുന്നെങ്കിൽ ഇട്ടോ, എനിക്കത് പ്രൊമോഷനാന്ന് പറഞ്ഞ് രേണു ചേച്ചി ഞാൻ ഇപ്പം വന്ന് ഒരു മാസം കൊണ്ട് രേണു ചേച്ചി എനിക്ക് ഇതോട്ട് റിയാക്ഷൻ ചാനൽസ് രേണു ചേച്ചി റിയാക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും രേണു ചേച്ചിക്ക് ഏറ്റവും കൊണ്ട റിയാക്ഷൻ ചാനൽസിൻ്റെ പേരും പറഞ്ഞ് രേണു ചേച്ചി അങ്ങ് പിന്നെ തിരിച്ചങ്ങോട്ട് റിയാക്ഷൻ കൊടുക്കാൻ നിൽക്കുക. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. കാണുന്നില്ലെന്ന് പറഞ്ഞെങ്കിൽ അത് തഴഞ്ഞു വിട്ടേക്കണം. പിന്നെ അതെടുത്ത് വെച്ച് തലയെ വെച്ചോണ്ട് നടക്കല്ലേ. പിന്നെ ഇത് റിയാക്ട് ചെയ്യുക, അവർ വായിരിക്കുന്ന മൊത്തം കേൾക്കുക. ഇപ്പോഴാണെങ്കിൽ ഇതാണ്ട് പോയിട്ടുള്ള ഹിന്ദി പാട്ടിനും കൂടെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. ഇനി ഈ ഹിന്ദി റിയാക്ഷൻ ചാനൽസിൻ്റെ വായിരിക്കുന്നതും കൂടെ കേൾക്കണമല്ലോ രേണു ചേച്ചി. എന്തായാലും നിങ്ങളിതൊന്ന് കണ്ടു നോക്ക്. അല്ല 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിലേക്ക് വായിച്ചില്ല. അയ്യോ ചേച്ചി, കണ്ടെന്ന് സമ്മതിക്കല്ലേ ചേച്ചി, കണ്ടെന്ന് സമ്മതിക്കല്ലേ. ചേച്ചിയുടെ പ്രസ്റ്റേജിന് ഒരു പ്രശ്നമായിട്ട് വരും. ചേച്ചി കണ്ടെന്ന് സമ്മതിക്കല്ലേ കേട്ടോ. ഞാൻ എന്തെങ്കിലും സ്വപ്നം കണ്ട് നിങ്ങൾ 3 പേരും എന്നെ പറ്റി വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മതി. വീഡിയോ കണ്ടത് സമ്മതിക്കരുത്. എടാ നാണമില്ലടാ നിനക്ക്? ആ തൊപ്പി വെച്ച് എനിക്കൊന്ന് ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അയ്യോ, മറ്റവന്മാര് രണ്ടുപേരും എനിക്ക് അറിയത്തില്ല, പക്ഷെ നാഴികയ്ക്ക് 40 വട്ടം ഞാൻ അവരുടെ വീഡിയോ കുത്തിയിരുന്ന് കാണും. അതിനകത്തുള്ള ഓരോ കുറ്റങ്ങളും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യാൻ വേണ്ടി. എൻ്റെ പൊന്നു രേണു ചേച്ചി, ഇനി യൂട്യൂബ് ചാനൽസിന്റെ പേരും കൂടെ വിളിച്ച് പറഞ്ഞ് അവരുടെ വായിരിക്കുന്ന ഉള്ളയും കൂടെ കേക്ക്. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചേച്ചി കാണിക്കുന്ന നെഗറ്റീവിനെ അതേ കൂട്ട് സൊസൈറ്റിയുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നതെന്ന് രേണു ചേച്ചി നെഗറ്റീവ് എന്തുവാന്ന് മനസ്സിലാക്കി ചെയ്യും. അതിന്റെ അർത്ഥം എന്തുവെന്നൊന്ന് മനസ്സിലാക്കാതെ ചേച്ചി ഈ കാട്ടി കൂട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം, നെഗറ്റിവിറ്റി വെച്ച് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി രേണു ചേച്ചി ഇതോട്ടുള്ള നെഗറ്റീവ് കാട്ടി കൂട്ടുമ്പോൾ അതിനെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവത്തില്ല, അത് പോസിറ്റീവേ ആവത്തുള്ളൂ.
നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. പ്രൊമോട്ട് ചെയ്യും. നീയൊക്കെ പ്രൊമോട്ട് ചെയ്യുമ്പോ ഞാൻ അത്രയും നേരം കണ്ടോണ്ടിരുന്നിട്ട് അവസാനം കേസും കൊണ്ട് അങ്ങ് പോവാം. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ. വെല്ലുവിളി. ചെറിയ മീനെ ഇട്ട് കൊടുത്ത് വലിയ മീനെ പിടിക്കുന്ന രീതിയാണ് രേണിച്ചേച്ചി ഇവിടെ കാണിച്ചോണ്ടിരിക്കുന്നത്. അവരെ വെല്ലുവിളിച്ച് അവരെയും കൊണ്ട് റിയാക്ഷൻ അങ്ങോട്ട് ഇടിയിപ്പിച്ചിട്ട് രേണിച്ചേച്ചി പിന്നെ അങ്ങോട്ട് സ്റ്റോറി അങ്ങ് ഇടുക. സ്റ്റോറി ഇട്ട് അയ്യോ എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയല്ല, എന്റെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് പബ്ലിക് ആക്കിയിട്ട് റിയാക്ഷൻ ചെയ്യുന്നത് ശരിയല്ല, ഞാൻ എനിക്ക് കേസ് കൊടുക്കാൻ പോവാന്നും പറഞ്ഞ് ക്യൂട്ട്നെസ് ഇട്ട് വന്ന് പറയുന്നതൊക്കെ ഇതേ കുട്ടി വെല്ലുവിളിച്ചതിന്റെ ഭവിഷ്യത്തായിട്ടാ കേട്ടോ ചേച്ചി. റിയാക്ഷൻ വീഡിയോ ഒക്കെ 24 മണിക്കൂർ ഇരുന്ന് കാണുകയും ചെയ്യും. അവരുടെ പേരൊന്നും അറിയത്തൂല്ല. ഇപ്പൊ കണ്ടില്ലേ, ആ കാറിനകത്ത് ഇല്ലാത്ത ആളുടെ പേര് വരെ അവിടെ വലിച്ചഴിച്ചേക്കുന്നത്. ഇനി ആ പുള്ളിയുടെ വായിരിക്കുന്നതും കൂടെ കേൾക്കണമല്ലേ രേണു ചേച്ചി? ഞാൻ ഇനി എന്റെ എക്സ്ക്ലൂസീവ് കണ്ടന്റ്സ് ഇട്ടോണ്ടിരിക്കും. നീക്ക് നിന്റെ കാര്യം നോക്കും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, എന്നെ കൊണ്ട് നിനക്കൊക്കെ എന്തായാലും കഴിക്കുന്നുണ്ടല്ലോ, അപ്പൊ നീയൊക്കെ ഇട്ടോണ്ടി. 3 പേരും കൂടെ കാറിലിരുന്ന് എനിക്കെതിരെ പറയുന്നത്. നീയൊക്കെ ഇരുന്നോണ്ട് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞോണ്ടെ ഞാനങ്ങ് നിർത്തുന്നാണോ വിചാരം? ഇല്ല ചേച്ചി ഇന്ന് ചേച്ചി നിർത്തുമെന്ന് ഞങ്ങൾക്ക് വിചാരേ ഇല്ല. ചേച്ചിക്ക് അതൊന്നും ഏക്കത്തില്ല. കാരണം സോ കൂടുതലല്ലേ, കുറച്ച് ആവശ്യത്തിന് അധികം ചേച്ചിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് നിർത്തുമെന്ന് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ടാ ഞാൻ നിർത്തത്തില്ല. എനിക്കിഷ്ടമുള്ള ഞാൻ ചെയ്തു കൊടുക്കും. നീയൊക്കെ ഇല്ലേ, നിനക്കൊക്കെ ധൈര്യം ഉണ്ടെങ്കിൽ വേറെ വല്ല പെണ്ണുങ്ങളെ ഇങ്ങനെ പറയാൻ നോക്കൂ. നിന്റെയൊക്കെ മോന്തക്കുറ്റി അടിച്ച് പൊട്ടിക്കും. അതിന് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങൾ എങ്ങനെയൊക്കെ കാണിക്കേണ്ട രേണു ചേച്ചി ഈ സൊസൈറ്റി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് കാണിക്കുന്നതിനെ മാത്രമേ ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അല്ലാതെ എന്തെങ്കിലും ഞങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വപ്നത്തിൽ കണ്ടതോ അല്ലാതെ ജ്ഞാനത്തിൽ കണ്ടതോ ഒന്നും അല്ല ഞങ്ങൾ വന്ന് ഈ റിയാക്ഷൻ വീഡിയോ ഒന്നും പറഞ്ഞിടുന്നത്. ചേച്ചി ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതിനെ മാത്രമാണ് റിയാക്ട് ചെയ്തിടുന്നത്. അത് മനസ്സിലാക്ക്. ഇത് ചുമ്മാ ഏതാണ്ട് ഞങ്ങൾ തന്നെ അങ്ങ് ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പറയുന്ന രീതിക്കാണ് രേണു ചേച്ചി ഇപ്പൊ വന്നിരുന്ന് സംസാരിക്കുന്നത്. എന്നോടായോണ്ട് നിനക്കൊക്കെ എന്തും പറയാം, മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ. എനിക്ക് വല്ലി മനസ്സിലായോ? എന്തോ കാലേ വള്ളിയോ അല്ലെ എന്തും പറഞ്ഞ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനെങ്കിൽ കഴിഞ്ഞ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കിലിക്ക സിനിമയിലെ ജഗതിച്ചേട്ടനാണെങ്കിൽ ഇംഗ്ലീഷുകാരെ മൊത്തം മാനേജ് ചെയ്യാൻ വെൽക്കം ടു ഊട്ടി നൈസ് ടു മീറ്റ് യു എന്ന് പഠിച്ചെന്ന്. ഞാൻ പന്തരവും പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു ചേച്ചി അവിടെ അറബികളെ മാനേജ് ചെയ്യാൻ വേണ്ടി ഏതെങ്കിലും ഒരു 2 അറബിയൊക്കെ പഠിക്കുമെന്ന്. എന്ത് കാലേ വള്ളിയോ? ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചിട്ടെങ്കിലും പറയരുത്. കാലേവള്ളി ലല്ലിവള്ളി അല്ലോ ആ ഒരു അറബി ഒന്നുകൂടെ ഒന്ന് കേൾക്കാം. രേണു ചേച്ചിയുടെ വായിന്ന് എപ്പോഴും ഒന്നും നമുക്ക് അറബി കേൾക്കാൻ ഒക്കത്തില്ല. 2 വേടേ രേണു ചേച്ചിക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് അത് മാത്രമേ നമുക്ക് ഇനി കേൾക്കാൻ ഒക്കത്തുള്ളൂ. ഒന്നുകൂടെ അതൊന്ന് കേട്ട് നോക്ക്. മനസ്സിലായോ? പറഞ്ഞോണ്ടിരിക്കടാ. എനിക്ക് വല്ലി മനസ്സിലായോ? വല്ലി എന്തായാലും രേണു ചേച്ചി ഒരു 2 വാക്ക് പഠിച്ചിട്ടുണ്ട്. നമുക്ക് അറിയാൻ കഴിഞ്ഞ നേരം രേണു ചേച്ചി ആണെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് കൊണ്ട് 10-15,000 ഡാൻസ് ആയാലും കളിക്കും. അതുകൊണ്ട് തന്നെ 2 പാട്ട് കൊണ്ട് എത്ര ഇനാഗ്രേഷൻ വേണമെങ്കിലും ചെയ്യും. ഇനിയിപ്പം ഈ ഒരു 2 വേർഡ് പഠിച്ചില്ല, ഇനിയിപ്പോൾ എത്ര അറബി നാട്ടിലുള്ള എത്ര ഇനാഗ്രേഷൻ ആയാലും എത്ര പ്രൊമോഷൻ ആണെങ്കിലും രേണു ചേച്ചി പുല്ലുമാരി ചെയ്തു കൊടുക്കും. എന്റെ പൊന്നെ പാട്ടായിരുന്നോ? പാട്ട് എല്ലാരും കേക്ക് കേട്ടോ. പാട്ട് ചൊവ്വനി കേക്കണേ. ആരെങ്കിലും ഒന്ന് പിടിച്ചു വെച്ചേക്കണേ. ചേച്ചിയുടെ ശ്വാസവും പോയി, എല്ലാം പോയി. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ഇത് കാണണമെങ്കിൽ നിങ്ങൾ ആ ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കണം. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ക്യാപ്ഷൻ ഒന്ന് വായിച്ചു തരാം. ഇത്രയും മനോഹരമായി രേണുവിനല്ലാതെ ഈ പാട്ട് പാടാൻ മറ്റാർക്ക് കഴിയും? ആ പാട്ട് എഴുതിയ ആൾക്ക് പോലും കഴിയത്തില്ല കേട്ടോ. രേണു ചേച്ചിക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ഓക്കെ, ഈ പാട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം അത്യാവശ്യം നല്ലോണം തന്നെ പാടിയിട്ടുണ്ട്. പക്ഷെ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രേണു ചേച്ചി മൈക്കിൽ കൂടെ പാടുന്നതേ ഉള്ളൂ. വെളിയിൽ വേറെ ആളായിരുന്നു പാട്ട് പാടുന്നത്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇടയ്ക്ക് വെച്ച് മറ്റേ ആൾ പാടുന്നത് ഇച്ചിരി ഒന്ന് സൗണ്ട് കുറച്ചപ്പോഴേക്ക് രേണു ചേച്ചിയുടെ ഒറിജിനൽ സൗണ്ട് വെളി വന്നു. എന്തായാലും വളരെയധികം മനോഹരമായിട്ടുണ്ട് കേട്ടോ. രേണു ചേച്ചിക്ക് അല്ലാതെ വേറെ ആർക്കും ഈ പാട്ട് ഇത്ര മനോഹരമായിട്ട് പാടാൻ പറ്റത്തില്ല. എന്തായാലും എല്ലാം കൊള്ളാം കേട്ടോ. ഹായ് രേണു ചേച്ചി, എവിടെ പോവാ? ഇതിലാണോ പോണേ? ദുബായിൽ പിക്കപ്പ് വാനില്. അതെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, നാട്ടിൽ വലത് സൈഡിലാ സ്റ്റിയറിങ്, അപ്പൊ അവിടെ ചെല്ലുമ്പോ ഇടത് സൈഡിലാ സ്റ്റിയറിങ്. ചേച്ചി എന്നാ വണ്ടി ഓടിച്ചു പോന്നേ? അല്ല, അങ്ങോട്ടേ കേറാൻ ചെല്ലുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. കേറിക്കോ. ഞാൻ കേരളത്തിൽ ചെന്ന ദുബായ് ദുബായ്
അങ്ങനെ നമുക്ക് തെറ്റിയതല്ലേ ഏട്ടാ, രേണി ചേച്ചിക്ക് തെറ്റിയതാ. ഞാൻ വിചാരിച്ചു അയ്യോ രേണി ചേച്ചി അങ്ങോട്ട് ചെന്ന് ലാൻഡ് അങ്ങോട്ട് ചെയ്ത ഉടനെ രേണി ചേച്ചിക്ക് ലൈസൻസും കിട്ടിയോന്ന്. അല്ല അത്ര സെലിബ്രേറ്റ് അല്ലേ, പെട്ടെന്ന് അങ്ങ് കിട്ടും. എൻ്റെ പൊന്നു രേണി ചേച്ചി ഇവിടെ വരുമ്പോൾ അടിക്കുന്ന ഡീക്ക് കേട്ട് കഴിഞ്ഞാൽ അവിടെ എനിക്കിപ്പോൾ കുടുംബ തറവാട് കൂട്ടം, അവിടെ എല്ലാ സ്ഥലവും എനിക്ക് കാണാപ്പാടോ. ഏറ്റവും ഇഷ്ടം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെക്കാളും കൂടുതലായിട്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം രേണി ചേച്ചിക്ക് അറിയാം. പക്ഷെ ചാടി കയറാൻ തുടങ്ങിയത് ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിൽ. ഇതൊക്കെ രേണി ചേച്ചിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. എൻ്റെ പൊന്നു രേണി ചേച്ചി തള്ളെന്ന് പറഞ്ഞാൽ അങ്ങ് അറ്റോ 4 നേരവും പുട്ട് തന്നെയാണോ രേണി ചേച്ചി കഴിക്കുന്നേ? അറിയില്ല, നമ്മുടെ ദുബായിലെ റാസൽ ഖൈമയിലെ SH ഹോട്ടലിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ചെമ്പരത്തി ബാർ റെസ്റ്റോറന്റ് ഇന്ന് മുതൽ നല്ല നാടൻ സദ്യ ആരംഭിച്ചിരിക്കുകയാണ്. നല്ല നാടൻ ഇലയിൽ എന്താ പറയാ, പയർ തോരനുണ്ട്, നമ്മുടെ പപ്പടമുണ്ട്, പപ്പടം, പച്ചടി, കിച്ചടി, പപ്പടം, പായസം, സാമ്പാർ, മീൻകറി എല്ലാം കൂട്ടി നാടൻ ഫുഡാണ് നമ്മൾ കഴിക്കാൻ പറ്റിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഉണ്ട് മറക്കട്ട പായസം ഉണ്ട്. ഞാൻ എന്തായാലും കഴിച്ചിട്ട് രേണി ചേച്ചിയുടെ കണ്ണ് നിറയുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കല്ലേ മീൻകറിയുടെ എരിവ് കാരണം നിറയുന്നതാണ്. രേണി ചേച്ചി ഇവിടുന്ന് എന്തൊക്കെ ആശകളോടാ പോയെന്നറിയോ? പറയുന്ന മാനിറച്ചി, എന്തൊക്കെ ഇറച്ചികളാ, വെറൈറ്റി ടൈപ്പ് എല്ലാ മാനിറച്ചി സംഭവങ്ങളും ഒക്കെ ഉണ്ടെന്നും പറഞ്ഞാൽ പോയത്. അവിടെ ചെന്നപ്പോൾ മാനിറച്ചി ഇല്ല, ഒന്നുമില്ല, ഒരു മീൻകറി മാത്രം. പാവ രേണി ചേച്ചി. അപ്പൊ രേണി ചേച്ചി എന്തായാലും അവിടുന്ന് മാനിറച്ചി എന്നും പറഞ്ഞ് മീൻകറിയൊക്കെ കൂട്ടിട്ട് നമ്മളും കുറെ ആശിച്ചിരുന്നേ രേണി ചേച്ചി മാനിറച്ചിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ച് ചാറെങ്കിലും കൊണ്ടുവരുമെന്നും പറഞ്ഞിരുന്നു. എന്തായാലും രേണി ചേച്ചിക്ക് പോലും മാനിറച്ചി ഇല്ല, പിന്നെ നമുക്ക് ഇവിടുന്ന് ചാറ് കിട്ടാൻ. എന്തായാലും കൊള്ളാൻ കേട്ടോ. നാട്ടിലാണെങ്കിലും ഒരു സമാധാനമില്ല, റാസൽ ഖൈമയിലാണെങ്കിൽ ഒരു സമാധാനമില്ല. ഇഷ്ടംപോലെ റീൽസ് ക്യൂട്ട്നസ് ഇട്ടങ്ങ് വാരി വിതറുക. നാട്ടിലാണെങ്കിൽ എനിക്കൊന്നും ഇത്രയും റീൽസ് എടുത്തില്ലെന്ന്. അവിടെ ചെന്നതിൽ പിന്നെ ഇഷ്ടം പോലെ മിനിറ്റിന് അങ്ങ് റീൽസാ. എന്തായാലും 2 പെട്ടിയും കൊണ്ട് രേണി ചേച്ചി പോയേക്കുന്നു. ഒരു പെട്ടി തുണി, ഒരു പെട്ടി കാലിപ്പെട്ടി. എന്തായാലും തിരിച്ചു വരുമ്പോൾ നിറച്ചോട്ട് വരട്ടെ രേണി ചേച്ചി. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ബട്ടൺ ഞെക്കിയൊക്കെ സബ്സ്ക്രൈബ് ബട്ടണിൽ ഞെക്കിയൊക്കെ ബെല്ലു എന്നെ വിളി വെച്ചേക്കാം. വീഡിയോ ഒന്ന് ഹൈപ്പിൻ ചെയ്തേക്കാം. പിന്നെ ഇതിനെ തുടർന്നിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും താഴെ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് വരാം. അപ്പോൾ കുറച്ച് പേര് ലെഫ്റ്റിലോട്ട് പോട്ടെ, കുറച്ച് റൈറ്റിലോട്ട് പോട്ടെ, ഞാൻ സ്ട്രൈറ്റ് പോകാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ ബൈ.